വാർത്തകൾ വിശദമായി. മകൾ വീണയ്ക്കെതിരായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. താനോ തന്റെ മകളോ കുടുംബാംഗങ്ങളോ ഒരു ഹവാലയും നടത്തിയിട്ടില്ലെന്ന് പറഞ്ഞ പിണറായി വിജയൻ തന്റെ കൈകൾ ശുദ്ധമാണെന്നും വ്യക്തമാക്കി. ഈ പറഞ്ഞ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ വന്നപ്പോൾ എല്ലാ രീതിയിലും വീണ സഹകരിച്ചിട്ടുണ്ട്. ഒരു വ്യത്യാസം കാണിച്ചു. അത് ഏത് അന്വേഷണത്തോടും സാധാരണ നമ്മൾ സ്വീകരിക്കുന്ന നിലപാടാണ്. അത് പൂർണ്ണമായി സഹകരിച്ചിട്ടുണ്ട്. ഇനിയും വിവരങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ ആ വിവരങ്ങൾ നൽകുന്നതിൽ വീണയുടെ ഭാഗത്ത് യാതൊരു മടിയുണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ നല്ല ആത്മവിശ്വാസത്തോടെ തന്നെ പറയുന്നത്. അത് മാമൻ മാത്യു മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് മാമൻ മാത്യുവിന്റെ പേര് ഞാൻ പറയുന്നത്. മാമൻ മാത്യു എന്റെ അടുത്ത സുഹൃത്താണ്. അല്ല, അയാളുടെ കാര്യങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് അന്വേഷണവുമായി വീണ സഹകരിച്ചുവെന്നും ഇനിയും സഹകരിക്കുമെന്നും പിണറായി വിജയൻ പറഞ്ഞു. UDF സർക്കാർ തുടർച്ചയായി സംഘപരിവാർ വിധേയത്വം കാണിച്ചുകൊണ്ടിരിക്കുന്നു. ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് വലിയ സന്ദേശം നൽകും. എന്നാൽ സർക്കാർ അത് ചെയ്യുന്നില്ലെന്നും പിണറായി പറഞ്ഞു. നിത്യോപയോഗ സാധനങ്ങൾക്ക് പൊള്ളുന്ന വിലയാണ്. അരി, പഞ്ചസാര, പച്ചക്കറി, വെളിച്ചെണ്ണ, പഴവർഗ്ഗങ്ങൾ തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില അനുദിനം വർദ്ധിക്കുകയാണ്. അരിക്ക് കിലോ 15 രൂപയിലേറെ വർധനവുണ്ടായി. കഴിഞ്ഞ കാലങ്ങളിൽ വിപണിയിൽ ഇടപെടാൻ പ്രത്യേക സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. 2016 മുതൽ 13 നിത്യോപയോഗ സാധനങ്ങൾക്ക് സപ്ലൈകോയിൽ വില വർദ്ധിപ്പിച്ചില്ല എന്നും പിണറായി വിജയൻ പറഞ്ഞു. ക്ഷേമ പെൻഷൻ ഓണത്തിന് മുമ്പ് ലഭിക്കുമോ എന്നതിലും ഉറപ്പില്ല. 3 മാസം കൊണ്ട് ധനസ്ഥിതി മാറ്റിക്കാണിച്ചു തരും എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ അവകാശവാദം. 3 മാസത്തിനുള്ളിൽ കടമെടുപ്പ് പരിധി കവിഞ്ഞു എന്നും അദ്ദേഹം പരിഹസിച്ചു. നമ്മുടെ ചേട്ടൻ തകർക്കാണല്ലോ. ഹമാര ചോയ്സിലെ ഓണത്തിന് സ്കൂട്ടർ, ഗോൾഡൻ നെക്ലസ്, മലേഷ്യൻ ട്രിപ്പ്, ഗോൾഡ് കോയിൻസ്, അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ കൊടുക്കുന്നത്. പിന്നെ സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് ഗോൾഡ് ബുക്കിംഗും ചെയ്യാം. സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, സിറ്റി സെന്റർ, തൃശൂർ.